ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് തണ്ട കിച്ചൺ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഇത് പേര് പോലെ തന്നെ ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ വളരെ ഡെലീഷ്യസ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, പിന്നെ ചപ്പാത്തി, പൂരി, പൊറോട്ട എന്തൊക്കെ കൂടെ ഉണ്ടോ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ നല്ലതാണ്. പിന്നെ നല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വീക്കെൻഡ് റെസിപ്പി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഓയിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ച് കൂടുതലോ കുറവോ, പിന്നെ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുക. നന്നായിട്ട് എല്ലാം നിരത്തി വെച്ചതിന് ശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ, അതായത് ഒരുവിധം നല്ല ചൂടിൽ ഫ്രൈ ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഇത് മറിച്ചിട്ടതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതായത് ഇത് ഫ്രൈ ചെയ്യുക. ഇത് കൂടുതൽ അങ്ങോട്ട് മൊരിഞ്ഞ് പോകണ്ട കേട്ടോ. ഏകദേശം ഒന്ന് ഫ്രൈ ആയാലും മതിയാകും. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് 3 മുറിച്ച് ചേർക്കുക. പിന്നെ 2 കഷ്ണം പട്ട, ഒരു 5 ഏലക്കായ, പിന്നെ ഒരു 10-12 കറിയാമ്പൂ എല്ലാം കൂടി ചേർക്കുക. എന്നിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് 2 മീഡിയം സവാള ചോപ്പ് ചെയ്തതാണ് ഇപ്പോൾ ചേർത്തത്. അത് ചേർത്തിട്ട് ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ബ്രൗൺ നിറമായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ നന്നായിട്ട് ചതച്ച വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചതച്ച ഇഞ്ചിയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി ചില്ലിയാണ്, പിന്നെ ഒരു 2 ടീസ്പൂൺ കോറിയാണ്ടർ പൗഡറും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒരു 3 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 വലിയ തക്കാളി ഞാൻ മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തതാണ്, അത് ചേർക്കുക. ഇനി തക്കാളിയും ഈ മസാലയെല്ലാം നന്നായിട്ട് മിക്സായി അതിൽ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. എണ്ണ തെളിയുമ്പോഴേക്കും അതിലേക്ക് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അതായത് വെള്ളമായിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ ഈ തക്കാളിയുടെ പേസ്റ്റൊക്കെ നന്നായിട്ട് സ്മൂത്താകും, വളരെ യമ്മിയാകും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നത്. 2 മിനിറ്റ് കവർ ചെയ്താലും മതിയാകും. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചതാണ് കേട്ടോ, നന്നായിട്ട് ഫ്രൈ ആയിട്ടില്ല. ഫ്രൈ ചെയ്ത ചിക്കനും അതിലെ എണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ അരപ്പുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിന് ശേഷം തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മറിച്ചിടുകയാണെങ്കിൽ മറിച്ചിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അത് ചൂടുവെള്ളം തന്നെ ചേർക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഈ ചിക്കനൊക്കെ ഒന്ന് കുക്കാകുന്നത് വരെ മൂടി വെച്ച് വേവിക്കണം. അപ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം.
ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരപ്പൊക്കെ ഈ വെള്ളമായിട്ട് അഴിപ്പിച്ചെടുക്കുക. അതിന് ശേഷം കവർ ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ട്, സോഫ്റ്റ് ആവണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കവർ ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. എങ്കിലേ ഈ കറിക്ക് അതുപോലെയുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. വളരെ ലോ ഫ്ലെയിമിൽ പെട്ടെന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോട്ടൊന്നും മാറ്റരുത്. ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഗ്രേവി കട്ടിയായിട്ടുണ്ടെങ്കിൽ അത് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിതിലേക്ക് അവസാനം ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് നമ്മളുടെ ഗ്രേവി കുറച്ച് തിക്കൻ ചെയ്യുന്ന ഒരു കണ്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രേവി കുറച്ച് ലൂസായിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയൊക്കെ തിക്കായോ എന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു. ഞാൻ 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ വളരെ കൂടുതൽ തിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം 1 കപ്പ് വെള്ളമാണ് ചേർത്തത്, വീണ്ടും 1 കപ്പ് വെള്ളവും കൂടി ചേർത്തു. അപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തത്. ഇപ്പോൾ ഗ്രേവി നല്ല കറക്റ്റ് പാകമാണ്. ഈ ഗ്രേവി വേണം. ഇതിലേക്ക് നമുക്കിനി ഒരു ചെറിയ പച്ചമുളകാണ് ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ചേർക്കണേണ്. എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരെണ്ണം ചേർത്തത്. അല്ലെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് വെച്ചൊരു 1 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. കവർ ചെയ്യേണ്ട ആവശ്യമില്ല. പച്ചമുളകൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ആവി കയറുമ്പോൾ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ വളരെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്, അതിപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുത്തുന്ന ഒരു കണ്ടൻ്റാണ് കേട്ടോ ഇത്. ഫ്രഷ് ക്രീം ഞാനിത് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് ഇതിനകത്തോട്ട് മെൽറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഈ ഗ്രേവിയുമായിട്ട് ഒന്ന് കുക്കാകണം. അപ്പോൾ ചിക്കൻ പീസസിലൊക്കെ ഈ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. തുറന്ന് വെച്ച് തന്നെ ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്രീമൊക്കെ നന്നായിട്ട് ഈ ഗ്രേവിയിൽ മെൽറ്റാകും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനകത്തേക്ക് ഈ ഫ്രഷ് ക്രീം ചേർത്താൽ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്രഷ് ക്രീം ഇല്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം കാഷ്യൂ പേസ്റ്റ് ചേർക്കാം. പക്ഷേ ഫ്രഷ് ക്രീം തന്നെ ചേർക്കുന്നതാണ് കേട്ടോ ഇതിന് നല്ലത്. എന്നാലേ ഇതിൻ്റേതായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ. വളരെ ടേസ്റ്റാണ്. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഈ റെസിപ്പി മിസ് ചെയ്യല്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് ചിക്കൻ പീസസിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് തൂവി കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൊറിയാൻഡർ ലീവ്സിൻ്റെ സ്മെല്ലൊക്കെ ആ ഗ്രേവിയിലും ചിക്കൻ പീസസിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ സമയത്ത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫ്രഷ് ക്രീമിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇത് ബട്ടർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ മണമൊക്കെ ബട്ടർ ചിക്കൻ്റെ പോലെ തന്നെ ഏകദേശം. നമ്മൾ ബട്ടറൊന്നും ചേർക്കുന്നില്ല എങ്കിലും ഫ്രഷ് ക്രീം ചേർത്തപ്പോഴേക്കും അതുപോലുള്ളൊരു ടേസ്റ്റാണ്, മണമാണ് വരുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവിയുമാണ്. അപ്പോൾ നമുക്കിതിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ലാസ്റ്റായിട്ട് വളരെ കുറച്ച് കസൂരി മേത്തി, വളരെ കുറച്ച് മതി കേട്ടോ. ഞാൻ
കൂടുതലൊന്നും ചേർക്കുന്നില്ല. വളരെ കുറച്ച് കസൂരി മെത്തി ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് കസൂരി മെത്തി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള തണ്ടൂർ ചിക്കൻ സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ്റെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സെർവ് ചെയ്തിട്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. ചിക്കൻ കറി തന്നെ പല വെറൈറ്റി ഉണ്ട്, പക്ഷെ എന്നാൽ ഇത് അതിലും നല്ലൊരു വെറൈറ്റി ചിക്കൻ കറിയാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് നമുക്ക് ഫ്രഷ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും. അപ്പോൾ തണ്ടൂർ കിച്ചൻ സ്പെഷ്യൽ ചിക്കൻ കറി ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. വളരെ ഡെലീഷ്യസാണ്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. വളരെ ഡെലീഷ്യസാണ്. പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് സ്പൈസി അല്ല. അപ്പോൾ കുട്ടികൾക്കും കഴിക്കാനായിട്ട് സാധിക്കും. വളരെ ഡെലീഷ്യസുമാണ്. എരിവും കുറവാണ്. പിന്നെ കുറച്ചുകൂടി സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്ത് ചേർക്കുക. റെഡ് ചില്ലി പൗഡർ ചേർത്താൽ നല്ല സ്പൈസി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് തന്നെയാണ് നല്ലത്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇത് കഴിക്കാൻ പറ്റും. എരിവിൻ്റെ കുത്തലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.